എന്നാൽ ഇതുപോലൊരു ലോക ട്രാജഡി ഗിന്നസ് ബുക്കിലും കൂടെ കാണൂല. മുഹൂർത്താടോ എല്ലാം കുഴപ്പിച്ചത്. ശരിക്കൊന്ന് കയ്യിൽ കിട്ടിയത് പോലില്ല ഇതുവരെ. എന്നാ പിന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് കൂപ്പ ബുക്ക് ചെയ്തിട്ട് പോരായിരുന്നില്ലേ? അതെങ്ങനെയാ? ട്രെയിനിൽ വെച്ച എല്ലാം ആലോചിക്കുന്ന തന്നെ. ആ നേരത്തെ പിന്നെ എന്ത് ചെയ്യാനാ? അമ്മായിയമ്മയുടെ വകയായിരിക്കും ഈ ഐറ്റംസ്. വീടായിട്ട് താമസം മാറാനുള്ള പറഞ്ഞ് തന്നേച്ച. മാങ്ങാച്ചാറ്, കരോലപ്പം, അരിമുറുക്ക്, ഏത്തക്ക ഉപ്പേരി. ഇനിയൊക്കെ കേടാവും. ഇതൊന്നും കേടാവാതെ നിന്ന് നിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട വേണ്ട തിന്നോ. നിനക്കതൊന്നും ഇപ്പൊ ചങ്ങിന്ന് ഇറങ്ങൂലെന്ന് എനിക്കറിയാം. കരീംബായി വീടിന്റെ കാര്യം എന്ത് പറഞ്ഞു? 2 ആഴ്ചക്കുള്ളിൽ ശരിയാക്കാന്നാ പറഞ്ഞു. അപ്പൊ ഈ 2 ആഴ്ച ഹോസ്റ്റലിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഷട്ടിൽ അടിക്കുന്ന? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? മൂഡ് ഓഫ് ആവൊന്നും വേണ്ട. 2 ആഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അയ്യോ, ഓഫീസിൽ പോകാൻ സമയമായി. അല്ല, നീ പോണില്ലേ ഇന്ന്? പിന്നെ അതിനെല്ലാം ഇന്ന് തന്നെ കെട്ടിയെടുത്ത്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ പോട്ടെ. കല്യാണം കഴിഞ്ഞ് എത്ര പെട്ടെന്ന് എത്തിയോ? 1 മാസം ലീവ് എന്ന് പറഞ്ഞിട്ട്? ലീവ് ക്യാൻസൽ ചെയ്തു. എന്തു പറ്റി? ഒന്നുമില്ല. Excuse me. Yes. Madam, a call for you. ഹലോ. ഞാനാ. താനും ദീപം. ഓഫീസിൽ ജോലി ചെയ്യുന്നു. എനിക്കൊരു മൂഡും ഇല്ലെന്നേ. എനിക്കിപ്പ തന്നെ കാണണം തോന്നുന്നു. ഏതായാലും 5 മണി വരെ ക്ഷമിക്കേ. സമയം പോകുന്നില്ലെന്നേ. പിന്നെ വൈകിട്ട് എന്താ പരിപാടി? വിഷ്ണുട്ടൻ പറ. ഒരു കാര്യം ചെയ്യ്. ഓഫീസ് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോക്കോ. ഞാനിവിടെ എത്തിക്കോളാം. ശരി. ഹലോ മിസ്റ്റർ വിഷ്ണു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ട്രാഫിക് ജാമിൽ പെട്ട് ലേറ്റ് ആയി പോയി. അരുന്ധതി. അരുന്ധതിക്ക് ബുലോ. യെസ് മാഡം. കം ഇൻ. ഇരിക്കും മിസ്റ്റർ വിഷ്ണു. താങ്ക് യു. ആദ്യം കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. അരുന്ധതിക്ക് അനുയോജ്യനായ ഹസ്ബൻഡാണ് മിസ്റ്റർ വിഷ്ണു. മെയ്ഡ് ഫോർ ഈച്ച് അതർ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ ഒന്നും വേണ്ട അരുന്ധതി. യു ആർ വെരി സ്മാർട്ട് മിസ്റ്റർ വിഷ്ണു. എന്റെ ഹസ്ബൻഡും ഇതുപോലെ നീണ്ടു മെലിഞ്ഞിട്ടായിരുന്നു. ഹി വാസ് സോ സ്മാർട്ട് ആൻഡ് സോ ഹാൻസം. എന്നെ എന്ത് ഇഷ്ടമായിരുന്നെന്ന് അറിയാമോ? തമാശകൾ പറഞ്ഞ് എപ്പോഴും എന്നെ ചിരിപ്പിക്കുമായിരുന്നു. വാ 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 വാ. ഗോവയിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത്. ഇറ്റ് വാസ് ഓൺ 1957. അന്ന് ഞാൻ അവിടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ പഠിപ്പിക്കുകയായിരുന്നു. 3 വർഷത്തെ ഡിവൈൻ ലവ്. എന്നെ അദ്ദേഹം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. ബട്ട് യു നോ മിസ്റ്റർ വിഷ്ണു, ഫേറ്റ് വാസ് ക്രൂവൽ ടു മീ. വിവാഹം കഴിഞ്ഞ് 6 മാസം തികഞ്ഞില്ല. വൺ ബാഡ് സൺഡേ ഞാൻ ഇന്ന് ഓർക്കുന്നു. വെറും ഒരു കാർ ആക്സിഡന്റ്. ഐ ആം ആൻ അൺലക്കി വുമൺ. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒരു വാക്ക് പറയാതെ. Oh Jesus! It's 7 o'clock now. Sorry Mr. Vishnu. ഈ ഹോസ്റ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് 7 മണി കഴിഞ്ഞാല് പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ല. അതുകൊണ്ട് മിസ്റ്റർ വിഷ്ണു ഇപ്പൊ പോവും. പോയിട്ട് നാളെ നേരത്തെ വരൂ. എനിക്ക് കുറെ കാര്യങ്ങളൂടെ സംസാരിക്കാനുണ്ട്. അത് മാഡം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാൻ. ഓ ഇറ്റ്സ് ഇംപോസിബിൾ മൈ ബോയ്. 7 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ പുറത്തേക്ക് വിടാൻ ഞാൻ അനുവദിക്കാറില്ല. മാഡം ഞങ്ങൾ ഹസ്ബൻഡും വൈഫും അല്ലേ? യെസ് ഐ നോ. ഇവിടുത്തെ അധികം കുട്ടികളും വിവാഹം കഴിച്ചവരാണ്. അവർക്കൊക്കെ ഭർത്താക്കന്മാരും ഉണ്ട്. അതിന്റെ പേരിൽ അല്പ സ്വാതന്ത്ര്യം അനുവദിച്ചാൽ അത് ഇവിടുത്തെ ഡിസിപ്ലിനെ ബാധിക്കും. മാഡം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. Tomorrow you can come at 5 o'clock and you can take her. Madam, you know I am Vishnu. I know you well, Mr. Vishnu. You are a very good boy. Now you can go. Please. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കും. ഒറ്റ ചവിട്ടി കൂട്ടിയോണ്ടല്ലോ. ആ തള്ളെ കെട്ടിയെടുക്കറേ. അതിന് മുഴുത്ത വട്ട. Good night, Mr. Vishnu. Oh. You can go to your room.